ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് എന്ന് വിളിച്ച് സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് വണ്ടി റെഡി അപ്പം വന്നെടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ കാറിൻ്റെ പേരാണ് ബംബിൾ ബി. നമുക്ക് പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് ജോളിയായിട്ട് തിരിച്ചു വരാം. വീണ്ടും പട്ടിശല്ലേ, സോറി ഗീസ്. അപ്പോൾ നമുക്ക് വണ്ടി ഇറക്കിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി വണ്ടി പോയി എടുക്കാൻ പോവാണ് ഗൈസ്. എക്സൈറ്റ്മെൻറ്റ്. എത്ര നാൾക്ക് ശേഷമാണ് തിരിച്ച് വണ്ടി കിട്ടുന്നത് അറിയാം മക്കളെ. അങ്ങനെ വണ്ടി പോയി എടുത്തിട്ട് വരാം മക്കളെ. നമ്മൾ ഒരു ഊബർ പിടിച്ച് പോയി വണ്ടി പോയി നമ്മുടെ ബംബിൾ ബിക്കകത്തിരുന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ കിയയുടെ സർവീസ് സെൻ്ററിലെത്തി ഗൈസ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി നമ്മൾ ബംബിൾ ബി എടുക്കട്ടെ. മൈ ഗോഡ്, കാണാം ഗൈസ്. ഇത് കിയയുടെ വെയിറ്റിംഗ് ലോഞ്ചാണ് ഗൈസ്. കൊള്ളാമല്ലേ? വെയിറ്റിംഗ് ലോഞ്ചൊക്കെ കൊള്ളാം. വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടറിയാം. കുഴപ്പമില്ലെന്ന് തോന്നും ഗൈസ്. എന്തോ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ? എവിടെയോ എൻ്റെ വണ്ടി ഉണ്ട് ഗൈസ്. നമ്മുടെ ബംബിൾ ബി മിക്കവാറും എന്തോ അതിനകത്തായിരിക്കും, അവിടെ തന്നെയായിരിക്കും. ശരി ഗൈസ്, എന്തായാലും നമുക്ക് വണ്ടി കിട്ടിയിട്ട് തിരിച്ചു വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ബംബിൾ ബി. നമ്മുടെ ബംബിൾ ബീസ് ബാക്ക് ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്, ഒരു രക്ഷയില്ല. വണ്ടി എടുത്തതിനേയും കാട്ടിലും കൂടുതൽ സന്തോഷമാണ് ഗൈസ്. സർവീസ് സെൻ്ററിൽ നിന്ന് പണി കഴിഞ്ഞ് വണ്ടി ഇറക്കി ആകുമ്പോൾ എന്തൊരു സന്തോഷം. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ ബംബിൾ ബിയിലോട്ട് കയറിയിരിക്കുകയാണ്. അയ്യോ, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ വെയിറ്റ്, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. തിരിച്ച് നമ്മൾ ബംബിൾ ബിയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഭയങ്കര ഒരു ആശ്വാസം ഗൈസ്. എൻ്റെ അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ടെൻഷനായിരുന്നു വണ്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടേ. വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇറക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ, വല്ലാത്ത ടെൻഷനായിരുന്നു. പുതിയ വണ്ടിയല്ലേ. അപ്പം എൻ്റെ അമ്മോ, ഇറക്കി കഴിഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം ഗൈസ്. നമുക്ക് രാത്രി, ഞാനും സെറിയും കൂടെ രാത്രി നൈറ്റ് റൈഡ് പോകുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ സ്ഥിരം നൈറ്റ് റൈഡ് പോകാറുണ്ട്. ഒന്നുമില്ല, രാത്രി ഒരു 12 മണി കഴിയുമ്പം നമുക്ക് കൊഴുപ്പിളകും. അപ്പം ഈ കൊഴുപ്പിളകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് രാത്രി കറങ്ങാൻ പോകും. 12 മണിയൊന്നുമില്ല, ടൈമൊന്നുമില്ല. എത്ര മണിയായാലും, എത്ര ലേറ്റ് ആയാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാറുണ്ട്. ചുമ്മാ വെളിയിൽ വെറുതെ ഇറങ്ങി ഹൈവേയിൽ NH-ലോട്ടൊക്കെ പോകും. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകും, അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ പോകും, എന്തെങ്കിലും. എല്ലാം രാത്രി ലേറ്റ് നൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നമുക്കുണ്ടായിരുന്നു. നമ്മളുടെ ബംബിൾ ബിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ട് നമ്മൾക്ക് ശരിക്കും അറിഞ്ഞു കഴിച്ചു. കാരണം രാത്രി നമുക്ക് ആ റൈഡ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും അതിൻ്റെ ഒരു കുറവ് അറിയാണ്ടായിരുന്നു. എന്തോ ഭയങ്കര മിസ്സിങ് പോലെ തോന്നി. അപ്പം ഇന്ന് മുതൽ നമ്മളത് പരിഹരിക്കും ഗൈസ്. എന്തായാലും ഇനി നാളത്തേക്കും മറ്റന്നാളത്തേക്കും എല്ലാം നമുക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്സ് ബുക്കായി കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ നേരത്തെ തന്നെ കേട്ടില്ലേ സെറി പറഞ്ഞത്. നാളെ സെറിയുടെ അമ്മ, മറ്റന്നാൾ എൻ്റെ അമ്മ, എല്ലാവർക്കും ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്സ് ബുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ക്യാബും കൂടെ ആണല്ലോ നമ്മുടെ ബംബിൾ ബി. അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അതിൻ്റെതായ ഓട്ടത്തിനൊക്കെ ഉള്ളതാണല്ലോ. അതിനുവേണ്ടിയൊക്കെ ആണല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നത്. എന്താണെന്ന് അറിയില്ല ഗൈസ്. ഞാൻ അതാണ് കുറച്ച് നേരമായിട്ട് ആലോചിക്കുന്നത്. കാരണം വണ്ടി ഇറക്കാൻ പോയി, വണ്ടി ആദ്യമായിട്ട് ഇറക്കിയപ്പോഴേ ഒരു 1.5 മാസം മുന്നെയാണ് വണ്ടി നമ്മൾ എടുത്തത്. അപ്പോൾ വണ്ടി ആദ്യമായിട്ട് കൊച്ചിയിൽ പോയി, കൊച്ചിയിൽ നിന്ന് ഇടപ്പള്ളിയിൽ നിന്ന് ആണ് വണ്ടി ഇറക്കിയത്. ഇടപ്പള്ളിയിലെ ഷോറൂമിൽ കിയയുടെ ഇഞ്ചിയോൺ കിയയുടെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി ആദ്യമായിട്ട് ഇറക്കിയത്. അപ്പം അപ്പോഴ് പോലും ഇല്ലാത്ത ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. ഇപ്പം പണി കഴിഞ്ഞ് വണ്ടി ഇറക്കിയപ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന് അറിയാൻ വയ്യ. അതൊരിക്കലും സാധാരണ സംഭവിക്കാത്തതാണ്. പക്ഷെ ശരിക്കും പുതിയ വണ്ടി എടുത്ത പോലത്തെ ഒരു ഫീൽ, ഭയങ്കര സന്തോഷം ഗൈസ്. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമായിരുന്നു. വണ്ടി ഇല്ലാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു
വിഷമമാണ്. വണ്ടി ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഹോസ്പിറ്റൽ ഓട്ടമൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ഓട്ടമാണ്. അതായത് മുഴുവനും നമുക്ക് ഹോസ്പിറ്റൽ ഓട്ടമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ജോളിയായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഒന്നും കൂടെ പോയിട്ട് വരാം ഗൈസ്. ഇനി ഞാൻ വീടെത്തിയിട്ടേ വരും ഗൈസ്. ഇതാ ബാക്കിൽ നിന്ന് ബസ്സൊക്കെ തള്ളക്കി വിളിച്ചുകൊണ്ട് ഹോണടിക്കുന്നുണ്ട്. തെറിവിളിയാണ്, പച്ചത്തെറിയാണ്. ഹോണ് കണ്ടറിയാം. KSRTC കാരനാണ് ഗൈസ്. അപ്പം ഞാൻ വെക്കിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരും. ശരി, അപ്പോൾ കാണാം ഗൈസ്. ബൈ ബൈ. കിടക്കുന്നു ഗൈസ് നമ്മുടെ ബംബിൾ ബീ. കിടക്കേണ്ടടുത്ത് കിടന്നപ്പോൾ എന്തൊരു ഭംഗി. ഇവിടെ എൻ്റെ തോളിൽ മറ്റൊരു ബംബിൾ. കുട്ടി നോക്കടി കള്ളിപ്പെണ്ണെ. എന്തുപറ്റി? ഇതാണ് ഗൈസ് ഡൂഡു. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. വീഡിയോ എടുക്കുകയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ ഡൂഡു. നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു കഥാപാത്രമല്ല. അതൊന്നും കുഴപ്പമില്ല. ഇതറി നീയേ ഈ ഒന്ന് പിടിച്ച് ഭയങ്കര പാട്. എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ദൂതുവിനെ മാത്രം പരിചയപ്പെടില്ല ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഡാഡ്, മിസ്റ്റർ ക്ലീറ്റസ് പ്രൊഫസറാണ്. പറയൂ ദൂതു. മോഹൻദാസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്, എൻജിനീയറാണ്, പുലിക്കുട്ടനാണ്. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ബംബിൾ ബീസ് ബാക്ക്. ചെറി വെട്ടിത്തിളങ്ങല്ലേ, പൊളിയല്ലേ, ബാക്കൊക്കെ നോക്കിയോ പൊളിയാണ്. നമ്മുടെ മോനും മോളുമാണ് ഗൈസ്. ബംബിൾ ബി ആണ് നമ്മുടെ മോൻ, മിലിയാണ് നമ്മുടെ മോള്. നമ്മുടെ 2 മക്കളാണ്. ഓക്കെ, ദൂതുവിനെ പരിചയപ്പെടുത്തി ചെറി. അകത്താണോ? അകത്ത് കൊണ്ടുപോവാ. അതിൻ്റെ പുതിയ പ്രിപ്പറേഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. വേറെ ഒന്നല്ല ഗൈസ്, ഒരു സാൻഡ്വിച്ച്. എനിക്ക് വേണ്ടി ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ സാൻഡ്വിച്ച്. എൻ്റെ മമ്മ അതെന്തോ നോട്ടെ ഇതാണ് ചുമ്മാ സാൻഡ്വിച്ച് ഗൈസ്. അങ്ങനെ മമ്മൻ്റെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇതെന്താണ് അമ്മ? ചിക്കൻ സാൻഡ്വിച്ചോ? ഒരു സ്പെഷ്യൽ ചിക്കൻ സാൻഡ്വിച്ച്. ചിക്കൻ അരച്ച് ചിക്കൻ വെച്ച് നമ്മൾ ഷെഫിന് അഭിനന്ദനങ്ങൾ കൊടുക്കട്ടെ. സാൻഡ്വിച്ച് റെഡി. ഇതെന്താ നോക്കി മമ്മിന്റെ പുതിയ സാൻഡ്വിച്ച്. ഒരെണ്ണം കേട്ട് മറ്റേ ഞാൻ മാറ്റും. 2 എനിക്കാണ് പറയാൻ. നല്ല വയറാണല്ലോ. 2 എനിക്ക്. എങ്ങനെയുണ്ട്? അതില്ല. ഹലോ ഗൈസ്. ഇത്ര നേരം ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങളടുത്ത് വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം ഞാൻ ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞ് പ്ലേ ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ബാക്ക് ക്യാമറ അല്ല, ഫ്രണ്ട് ക്യാമറ ആയിരുന്നു ഓൺ. അപ്പോൾ അത്രയും നേരം സംസാരിച്ച് എല്ലാം വേസ്റ്റായി പോയി ഗൈസ്. ഇപ്പം ആ ഒരു മൂഡും പോയി, ആ വൈൻഡപ്പിയുള്ള മൂഡും പോയി. പറയാനുള്ള വിഷയമെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു തീർത്തു. അപ്പോൾ ഇനി ഒന്നും കൂടെ പറയാൻ വയ്യ ഗൈസ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. വേറെ ഒന്നുമല്ല, ഇന്ന് ബംബിൾ ബി വന്നതിൻ്റെ സന്തോഷത്തിൽ സത്യം പറഞ്ഞാൽ പിന്നീട് വ്ളോഗൊന്നും ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി വർക്കൗട്ടും എല്ലാം ബാക്കി കിടക്കും. അപ്പം വർക്കൗട്ട് ചെയ്തിട്ട് കുളിച്ചിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട്, കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങണം ഗൈസ്. ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്. അപ്പം
ഇന്നത്തെ ദിവസം ബംബിൾ ബീക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂത്രമൊക്കെ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും ഗൈസ്.